ബിഗ് ബോസ് വീട്ടിൽ എന്താ തീപ്പൊരിയാ തീപ്പന്തോ എന്താ തീപ്പെട്ടിക്കൊള്ളിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ള നമ്മുടെ സിജോ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ജാസ്മിൻ ഇഷ്യൂവിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എപ്പിസോഡിലും BB+ലും അത് കാണിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈവിലുണ്ടായിരുന്നു. രണ്ട് സന്ദർഭങ്ങളിലാണ് ഇടപെട്ടത്. ഒന്ന്, ജാസ്മിൻ ഈ ജിൻഡോയെ അടിക്കുന്ന സമയത്ത്, അത് നമ്മൾ പകൽ പോലെ കണ്ടതാണ്. ആ സമയത്ത് ഇയാൾ കയറി ഇടപെട്ടിട്ട്, അതായത് സിജോ കയറി ഇടപെട്ടിട്ട് പറയാണ്, അടിച്ചു എന്ന് പറഞ്ഞാൽ നീ ശരണ്യെ കാണിച്ചതിന് ആദ്യം സമാധാനം പറയ്, എന്നിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നാണ് സിജോ കയറി ഇടപെട്ട് പറഞ്ഞത്. സിജോയുടെ കൺമുന്നിൽ വച്ചിട്ടാണ് ജാസ്മിൻ അടിക്കുന്നത്. അത് ഡയറക്റ്റ് ഒരു ഫിസിക്കൽ അസോൾട്ടാണ്. ശരണ്യയുടെ കേസിൽ എന്താണാവോ സിജോയ്ക്ക് അറിയേണ്ടത്? ശരണ്യയുടെ മുടി കുത്തി പിടിച്ചത് ജിൻഡോ അല്ല എന്ന് നമ്മൾ കണ്ടു. ഇനി അഥവാ ആ ഫിസിക്കൽ ടാസ്കിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഗെയിമിൻ്റെ ഭാഗമാണ്, അത് മനസ്സിലാക്കണമെന്ന് ബിഗ് ബോസ് തന്നെ വിളിച്ചു പറഞ്ഞതുമാണ്. അവിടെ ജിൻഡോയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ജിൻഡോയുടെ മുഖത്തും തലയിലുമൊക്കെ അള്ളി മാന്തി പിച്ച് വെച്ചിട്ടുണ്ട്, ദേഹത്തും അതുപോലെ ചെയ്തിട്ടുണ്ട്, ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്കും ഫിസിക്കൽ അസോൾട്ട് അവിടെ നേരിട്ടിട്ടുണ്ട് ആ ടാസ്കിൻ്റെ ഇടയിൽ. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ പുറമെ ഈ പറയുന്ന ജിൻഡോയാണ് മുടി പിടിച്ച് വലിച്ചത് എന്നതിന് യാതൊരു എവിഡൻസും അവിടെ ഇല്ല. മറിച്ച് വേറെ ആരോ പിടിച്ച് വലിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാഹചര്യത്തിൽ സിജോ ഈ കടന്ന് തിളക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. വളരെ പ്രതീക്ഷയോടെ അവിടെ പോയി എന്തോ കത്തിക്കുമെന്നോ മറയ്ക്കുമെന്നോ ഒക്കെ പറഞ്ഞ കണ്ടസ്റ്റൻ്റാണ് ഗബ്രി. അവിടെ കിടന്ന് ആ ഷോയൊക്കെ കാണിച്ചപ്പോൾ മിണ്ടാതെ മാളത്തിൽ ഒളിച്ചത്, പിന്നീട് പോയി സഖ്യം ചേരുകയും ചെയ്തു. അപ്പോൾ ആ വ്യക്തി ഇന്നലെ ജിൻഡോയുടെ അടുത്ത് എല്ലാവരും ചേർന്ന് ജിൻഡോ അടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഹീറോയിസം, നീ ഇവിടുന്ന് എന്തോന്ന് ഇഴഞ്ഞേ പോവുള്ളൂ, മെഴുകിയേ പോവുള്ളൂ. എന്താണ് സിജോ ഇത്? ഒരു ഫിസിക്കൽ അസോൾട്ട് നേരിട്ട ആളല്ലേ നിങ്ങൾ എന്ത് ഡയലോഗാണ് അവിടെ കിടന്ന് അടിക്കുന്നത്? ഇനി നിങ്ങളുടെ ഡയലോഗ് അല്ല നമുക്ക് കേൾക്കേണ്ടത്, നിങ്ങൾ പ്രവൃത്തിയിൽ കാണിക്ക്. ജിൻഡോയെ ആണെങ്കിലും ഓഡിയൻസിന് കൺവിൻസിങ് ആവുന്ന രീതിയിൽ പൊളിക്ക്. അവിടെ അതുപോലെ ജിൻഡോ മാത്രമല്ല ഉള്ളത്, 10-17 എണ്ണം അവിടെ നിൽപ്പുണ്ടല്ലോ, അതിനെയൊക്കെ പൊളിച്ച് കാണിക്ക്. അല്ലാതെ ചുമ്മാ വാ കൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യമില്ല സിജോ. അവിടെ സിജോ ചെയ്ത് കാണിക്കുക. ആദ്യം പോയി രതീഷിൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയതാണ് ഈ ഡയലോഗ്. നീ മുള്ളും, സിജോയുടെ അടുത്ത് കളിച്ചാൽ നീ മുള്ളും, എന്തോ ആന ചേന മാങ്ങ എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു ഡയലോഗാണ്. അത് റോക്കിയുടെ അടുത്തും അടിച്ചു. ഇപ്പോൾ പോയി ജിൻഡോയുടെ അടുത്ത് അടിക്കുകയാണ്. ഒരു മര്യാദ വേണ്ട. ഈ ഡയലോഗ് അടി കേട്ട് മടുത്തു. ഇയാളുടെ തിയറി ക്ലാസ് മതി, ഇനി ആക്ഷൻ വരട്ടെ, പ്രാക്ടിക്കലിലോട്ട് വാ. എന്താണ് ഇയാൾക്കൊരു ഒരു ഒരു വിഷയമുണ്ടായാൽ പറയാൻ പറ്റുക? ഇപ്പോൾ ഗബ്രിയുടെ ടോപ്പിക്ക് അവിടെ ഒരു ഇഷ്യൂ നടന്നപ്പോൾ ഒരക്ഷരം മിണ്ടിനുള്ളല്ലോ നിങ്ങൾ. പിന്നെ എന്ത് ഗെയിമറാണ്? ഒരു ജിൻഡോയെ മാത്രം ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കണ്ടേ? ജിൻഡോ മാത്രം അല്ലല്ലോ, എല്ലാവരും അവിടെ മത്സരാർത്ഥികളാണ്, എല്ലാവരും കളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എല്ലാവർക്കെതിരെയും നിങ്ങൾ കളിക്കണ്ടേ? ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിച്ചാൽ എങ്ങനെയാണ് ഒരു മികച്ച ഗെയിമറായിട്ട് മാറുക? നിങ്ങളടുത്ത് പ്രതികരിക്കാൻ പറയുന്നത് ന്യായമായി പ്രതികരിക്കണമെന്നാണ്. ഇന്നലെ സിജോയ്ക്ക് വേണമെങ്കിൽ രണ്ടുപേർക്കും എതിരായിട്ട് സംസാരിക്കാമായിരുന്നു. രണ്ടുപേർക്കെതിരായിട്ട് കട്ടക്ക് കയറി പറയായിരുന്നു, നിർത്ത്, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ രണ്ടുപേരും ജയിലിൽ വന്നിട്ട് എന്ത് ഷോ ഓഫാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്? ഉള്ള സ്ഥലത്ത് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോ, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് പറ. ഇവിടെ കിടന്ന് ഷോ ഇറക്കരുതെന്ന് പറഞ്ഞ് രണ്ടെണ്ണത്തിനെ അടിച്ചൊതുക്കുന്നതിന് പകരം അവിടെ പോയിട്ട് പക്ഷം പിടിക്കാൻ പോയിരിക്കുന്നു സിജോ. പക്ഷം. ജാസ്മിൻ അവിടെ ഒറ്റയ്ക്കായിപ്പോയല്ലോ. ജാസ്മിന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ജാസ്മിന് സ്വന്തമായിട്ട് സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്താലേ സിജോയ്ക്ക് അവിടെ നിലനിൽപ്പുള്ളൂ, അങ്ങനെ തോന്നിക്കാണോ? അല്ലെങ്കിൽ അതായിരിക്കും പുള്ളിക്ക് ഫെയർ ആയിട്ട് തോന്നിയത്? എൻ്റെ പൊന്ന് സിജോ, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിച്ചിട്ടുള്ള ആരും ബിഗ് ബോസിൽ ഇന്ന് വരെയും ലക്ഷ്യം കണ്ടിട്ടില്ല, മലയാളത്തിലെങ്കിലും. പേഴ്സണൽ ഗ്രഡ്ജ് മാറ്റി വെച്ചിട്ട് എല്ലാവരെയും കണ്ടസ്റ്റൻസ് ആയിട്ട് കണ്ട് എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ സിജോയെ ഒരു നല്ല ഗെയിമർ എന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ അതിനകത്ത് കിടക്കുന്ന ജിൻഡോയേക്കാൾ ഒരുപാട് പിന്നിലാണ് സിജോയ്ക്ക് ഒരുപാട് പ്രൂവ് ചെയ്യാനുണ്ട്. അത് പ്രൂവ് ചെയ്യുന്നതിന് പകരം കയറി പക്ഷം പിടിച്ച് വെറുതെ നെഗറ്റീവ് അടിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായം വേണം. ഇന്നലെ അവിടെ നടന്ന സംഭവത്തിൽ ജാസ്മിൻ്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റുകൾ. ചില ചെറിയ തെറ്റുകൾ ജിൻഡോയുടെ ഭാഗത്തും പറ്റിയിട്ടുണ്ട്. പക്ഷേ ജാസ്മിൻ നിങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് അയാളെ അടിച്ചത്. എന്നിട്ട് നിങ്ങൾ പലതവണ പോയിട്ട് അയാളെടുത്ത് ഡയലോഗ് അടിച്ചു, അതും അയാളെന്തോ തെറ്റ് ചെയ്തതുപോലെ. ഇതിനിടയിൽ സിജോ അടിച്ച വേറൊരു ഡയലോഗും കൂടിയുണ്ട്. ഒറ്റപ്പെടുത്തലാണ് ഔട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ പുറത്ത് ഔട്ട് പോകുന്നെന്നുണ്ടെങ്കിൽ കരയിപ്പിച്ച് മെഴുകിച്ചിട്ടേ വിടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോ അവിടെ സംസാരിച്ചത്. കുറച്ച് വാക്കുകൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്, എന്തോ പറയാൻ കൊള്ളില്ലാത്തതും കൂടെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. നോറയുടെ ഒരു ഞെട്ടലും കാണാം. അല്ലെ, താൻ ആരുവാ? ഇയാൾ ആരാണ്? ഞാൻ ഈ സിജോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോ ചെയ്ത ആളാണ് റോക്കിയുടെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട്. ഇയാൾ ആരാണ് അവിടെ കിടന്ന് മെഴുകിക്കും, തറയിൽ കിടന്ന് അങ്ങനെ ചെയ്യിക്കും ഇങ്ങനെ ചെയ്യിക്കും? ശരി, നീ ഡയലോഗ് പറ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചോ. അവിടെ ഒരാളെങ്കിലും ഈ പറയുന്ന പോലെ കരയിപ്പിക്കാനോ മെഴുകിക്കാനോ പറ്റിയോ ഈ ഡയലോഗ് അടി അല്ലാതെ? സിജോ വല്ലതും സിജോ, അല്ലാതെ ഡയലോഗ് അടിക്കരുത്. പിന്നെ ഡയലോഗ് അടിക്കുമ്പോൾ നോക്കിയും കണ്ടും അടിക്കണം, ആരെടുത്ത് എപ്പോൾ എങ്ങനെയെന്ന്.
ചുമ്മാ പോയി നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഡയലോഗ് അസ്ഥാനത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളും.